പറയുന്നത് വെച്ചാൽ അവിടെ നിന്ന് എങ്ങനെ ഇത്ര കിലോമീറ്റർ ഓടി വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, അത് നമ്മുടെ ഏറ്റവും സൗത്ത് പാർക്കിലാണ് അവർ കസ്റ്റമർ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നാണ് ഇവിടെ ഓടി വന്നിട്ടുള്ളത്. അത് ഓഫർ പ്രൈസ് പോലെ 680. രണ്ട് മോഡല് ഹൈബ്രിഡ് പെട്രോൾ VXI മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വെറും 14,000 കിലോമീറ്റർ. ഇപ്പോൾ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. മോഡൽ വെഹിക്കിളാണ്. ഡസ്റ്റർ RXL ഓപ്ഷനിലാണ്. ഓപ്ഷൻ സെക്കൻഡ് മോഡല് സിംഗിൾ ഓണർഷിപ്പ് 65,000 കിലോമീറ്ററോടെ ZX വെഹിക്കിളാണ്. 1.2 നമ്മൾ 1,67,000 രൂപയുടെ പ്രതീക്ഷിക്കുന്നു. 167. അതെ അതെ. റീപ്ലേസ്മെന്റ് ആക്കിസ്റ്റ് ഒന്നുമില്ല, കമ്പനി സർവീസ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. പെട്രോൾ വെഹിക്കിളാണ്. ഇതിൽ 1-2 ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ 360 ഡിഗ്രി ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഓയിലസ് കാർസിലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും സ്റ്റോക്കുകളൊക്കെ മാറിയല്ലേ? അപ്പം സ്റ്റോക്ക് മാറി, പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പം റോജൻ ബ്രോ വീട്ടിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വണ്ടി അതൊരു സൂപ്പർ ഹിറ്റായി പല രീതിയിലാണെങ്കിലും. അപ്പോൾ അതിൻ്റെ സത്യം പറഞ്ഞ ആൾക്കാർ അതിനെക്കുറിച്ച് പല കമൻറ്റും പറഞ്ഞു. പിന്നെ അതിൽ പറഞ്ഞതിൽ ശരി, നമ്മൾ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഏത് RT ആണെന്നുള്ളത് അതെനിക്ക് നമ്മൾ കോട്ടയം പാല എന്നാണ് പറഞ്ഞത്. അതല്ല, ഇടുക്കി നമ്മുടെ വണ്ടിപ്പേര് RT ആണ്. പക്ഷെ അത് പലരും പറയുന്നത് വെച്ചാൽ അവിടെ നിന്ന് എങ്ങനെ ഇത്ര കിലോമീറ്റർ ഓടി വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, അത് നമ്മുടെ ഏറ്റവും സൗത്ത് പാർക്കിലാണ് അവർ കസ്റ്റമർ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നാണ് ഇവിടെ ഓടി വന്നിട്ടുള്ളത്. അപ്പം സത്യം പറഞ്ഞാൽ വണ്ടിപ്പേരായിരുന്നു വന്ന വണ്ടിയല്ല, ട്രിവാൻഡ്രം സൗത്ത് പാർക്കിൽ കിടന്ന വണ്ടി ആ ഷോറൂമിൽ നിന്ന് ഇവിടം വരെ വന്ന കസ്റ്റമർ അവർ അഡ്രസ് എവിടെയാണെങ്കിലും വർക്ക് ചെയ്യുന്ന എവിടെയാണ്. അങ്ങനെയാണ് ആ അഡ്രസ്സിൽ രജിസ്റ്റർ ചെയ്യുന്നുള്ളൂ. കാരണം നമുക്കിപ്പോൾ വണ്ടി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഇവിടെ രജിസ്റ്റർ നമ്മുടെ എവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. വണ്ടി ഇവിടെ നിന്ന് എടുക്കാം, എവിടെ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അതാണ് സത്യാവസ്ഥ, അല്ലാതെ വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ? അപ്പം അന്ന് പറഞ്ഞതിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോൺ സാധ്യത 2011 മുതൽ അല്ലേ? അതെ, 11 ഇപ്പം പാതിക്ക് ശേഷം. ഓക്കെ, അപ്പം അവരുടെ നമ്പർ ലൊക്കേഷൻ പറയാം. അവിടെ ട്രിവാൻഡ്രം നമ്മുടെ പാറശാല പോകുന്ന വഴിക്ക് അമരവള താന്നിവിടാൻ ലൊക്കേഷൻ വരുന്നത്. നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഞാൻ നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടും, ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വരും. റോജൻ ഫസ്റ്റ് വണ്ടി കിഡ്ഡിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഇത് വണ്ടി 2015-16 മോഡൽ കിഡ് RXE എന്ന് പറയുന്ന വേരിയൻ്റാണ്. അതായത് AC വരുന്നുണ്ട്, ഫ്രണ്ട് 2 ഡോർ പവറിന് വരുന്നുണ്ട്, പിന്നെ ആൻഡ്രോയിഡ് നമ്മൾ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പവർ വിൻഡോ ചെയ്താണോ? പവറിന് ചെയ്താണ്. ബേസ് മോഡലാണ്. വണ്ടി നീറ്റാണ്, സ്ക്രാച്ചസ് ഒന്നും ഇല്ലല്ലേ? ഈ പറഞ്ഞ പോലെ നമുക്ക് പാർശ്വരി മാത്രം, ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ടയർ കണ്ടീഷൻ ഒരു 60% ടയർ ഉണ്ടല്ലേ? ഓക്കെ, ഇന്റീരിയർ കണ്ടീഷൻ നീറ്റാണ്. സീറ്റ് വർക്ക് വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്, ക്ലീൻ ആണ്. ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്, 2 ഡോർ പവർ ഉണ്ട്, അഡീഷണൽ ആക്കിയിട്ടുണ്ട്. AC ഉണ്ട്, AC കമ്പനി ഇൻബിൽറ്റ് വരുന്നത്. പവർ വിൻഡോയും ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷേ പവർ സ്റ്റിയറിംഗ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമ്മൾ 167 പ്രതീക്ഷിക്കുന്നത്. 167. അതെ. അപ്പോൾ ഫിനാൻസ് എത്രയാകും? ഫിനാൻസ് ട്രാക്ക് ഫുൾ ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണോ? ചെറുതായിട്ട് ചെയ്യും. അപ്പം അടുത്ത വണ്ടി ഡസ്റ്റർ. ഇത് വണ്ടി 2014 മോഡൽ വെഹിക്കിളാണ്. ഡസ്റ്റർ RXL ഓപ്ഷനിലാണ്. ഓപ്ഷൻ സെക്കൻഡ് ഓണർ 1,33,000 കിലോമീറ്റർ വെഹിക്കിൾ ഓടിയിട്ടുള്ളത്. കമ്പനി സർവീസ് ആണ്. വേറെ റീപ്ലേസ്മെന്റ് ആക്സിസ്റ്റ് ഒന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സ്റ്റിയറിംഗ് കൺട്രോൾസ്, അലോയ് വീൽസ്, പിന്നെ ക്ലൈമറ്റോണിക് നമ്മൾ ഓട്ടോമാറ്റിക് മിറർ അഡ്ജസ്റ്റബിൾ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് വരുന്ന വെഹിക്കിളാണ്. 85 PS ആണ്. 85 PS ആണ്. ടയറിന് 60% ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, ഇന്റീരിയറിലൊക്കെ നീറ്റാണോ? സീറ്റ് ഉണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ടോ? ഉണ്ട്, താഴെയാണ്. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്. 4 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമ്മൾ പ്രതീക്ഷ 3,85,000 രൂപ പ്രതീക്ഷിക്കുന്നത്. 385. ഓക്കെ, അപ്പോൾ ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് കഴിക്കണം ഒരു 3-3.5 രൂപയ്ക്ക് ഫിനാൻസ് ചെയ്യാം. അത് നമ്മുടെ പൈസ നെഗോഷ്യബിൾ ആണല്ലോ പ്രൈസ്? നെഗോഷ്യബിൾ. അപ്പോൾ അടുത്ത വണ്ടി സ്വിഫ്റ്റ്. ഈ വണ്ടി 2015 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. 82,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് വരുന്ന വാഹനമാണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല, നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. ഓക്കെ, ടയറിനാലും പുതിയ ടയറാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണ്. കമ്പനി സർവീസ് തന്നെയാണ്. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് അത്യാവശ്യം നല്ല വരുന്നുണ്ട്. അതെ, ടാക്കോമീറ്റർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. VXI ആണെന്നാണ് പറഞ്ഞത്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമ്മൾ 4,27,000 രൂപ പ്രതീക്ഷിക്കുന്നത്. 4,27 പ്രതീക്ഷിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. ഫിനാൻസോ? ഫിനാൻസ് മാക്സിമം നോക്കാം, 4 ലക്ഷം വരെ. ഉദ്ദേശം എത്ര? 4 ലക്ഷം രൂപ. അപ്പോൾ അടുത്ത വണ്ടി
ഹോണ്ട ബ്രിയോ. ഇത് വണ്ടി 2015 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിളാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസ്. ഓക്കെ, ഹോണ്ട ബ്രിയോ. പക്ഷേ നീറ്റ് ആണ് കേട്ടോ, വേറെ ഡെന്റോ സ്ക്രാച്ചസ് ഒന്നുമില്ല. ക്വാളിറ്റി വണ്ടിയാണ്. ടയർ കണ്ടീഷൻ ബാക്കിൽ പുതിയ ടയർ, ഫ്രണ്ട് ഒരു 70% ടയർ ഉണ്ട്. ഓക്കെ, ഇന്റീരിയർ സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ വൃത്തിയുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നീറ്റാണ്. ഫോട്ടോ പവറിന്റെ മിറർ അഡ്ജസ്റ്റബിൾ, അത്യാവശ്യം കാര്യങ്ങളെല്ലാം സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരുന്നത്. ഫോട്ടോ പവർ ഉണ്ട്, എയർ ബാഗ് വരുന്നില്ല, കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. കാരണം 15 എയർ ബാഗ് ഇല്ലായിരുന്നു ആ സമയത്ത് അല്ലേ? അല്ല, ടോപ്പ് എൻഡിൽ വരുന്നുണ്ട്. കമ്പൽസറി അല്ലായിരുന്നല്ലോ എയർ ബാഗ്. ഓക്കെ, ഇപ്പോഴാണ് പിന്നെ എല്ലാ വണ്ടിയും കമ്പൽസറി ആക്കിയത്. അപ്പം ഹോണ്ട ബ്രിയോ പക്ഷേ നല്ല വണ്ടിയാണ്. ഹോണ്ട ബ്രിയോ ഒരുപാട് നല്ല യാത്ര നല്ല സൂപ്പറാണ്. പാർക്കിംഗ് എല്ലാം നല്ല സൗകര്യം. ചെറിയ വണ്ടിയാണെങ്കിലും ഈ ലേഡീസ് യൂസിന് ബെറ്ററാണ്. നമ്മുടെ ബൈജു നായരുടെ വൈഫ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഹോണ്ട ബ്രിയോ ആണ്. ഇതുവരെ മാറ്റിയിട്ടില്ല, അന്നേരം പുള്ളിയുടെ വീഡിയോ പറഞ്ഞതാണ്. അപ്പോൾ ഹോണ്ട ബ്രിയോ എത്രയൊക്കെ കൊടുക്കാം? നമ്മൾ 360 പ്രതീക്ഷിച്ചത്. നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ. ചെറിയ ഫിനാൻസ് ഓൾമോസ്റ്റ് ഫുൾ ഫിനാൻസ് കിട്ടും. ശരി. അപ്പോൾ അടുത്ത വണ്ടി വാഗണാർ. ഇത് വണ്ടി 2021 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 65,000 കിലോമീറ്ററോടെ ZX വെഹിക്കിളാണ്. 1.2 ZX. ഓക്കെ, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, പക്ക ക്വാളിറ്റി ഉണ്ട്. കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസ്. ടയർ കണ്ടീഷൻ ഒരു 70% ടയർ ഉണ്ടല്ലേ? ഓക്കെ, ഇന്റീരിയർ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, നീറ്റാണ് കേട്ടോ, അങ്ങനെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല, വൃത്തിയായിരിക്കുണ്ട് കേട്ടോ. എയർ ബാഗ്, ഡ്യുവൽ എയർ ബാഗ്, സ്റ്റീയറിംഗ് മൗണ്ട് കൺട്രോൾസ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ. അപ്പോൾ 20 ഏറ്റവും ടോപ്പിന് വേണ്ടി സ്റ്റീയറിംഗ് മൗണ്ട് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. 1.2 സ്വിഫ്റ്റ് സെയിം എഞ്ചിൻ അല്ലേ? സ്വിഫ്റ്റ് സെയിം എഞ്ചിൻ. അപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നത്? നമുക്ക് 5,45 കൊടുക്കാം. 5,45 കൊടുക്കാം. ഫിനാൻസോ? ഫിനാൻസ് 5 കളിപ്പിച്ച് ഫിനാൻസ് കയറും. അപ്പോൾ അടുത്ത വണ്ടി ഹോണ്ട സിറ്റി. ഇത് 2017 മോഡലാണ്. 17 മോഡൽ V ആണ്. സിംഗിൾ ഓണർഷിപ്പ്, 82,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. റീപ്ലേസ്മെന്റ് ആക്കിസ്റ്റ് ഒന്നുമില്ല, കമ്പനി സർവീസ് ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. പെട്രോൾ വണ്ടിയല്ലേ? പെട്രോൾ വെഹിക്കിളാണ്. ഇതിൽ 1-2 ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ 360 ഡിഗ്രി ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കിടിലം ഓഡിയോ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല എമൗണ്ടുള്ള ഓഡിയോ സിസ്റ്റങ്ങളാണ് ചെയ്തിട്ടുള്ളത്. നല്ല ബ്രാൻഡഡ് സാധനങ്ങളാണ്. സബ്ബാണ് ചെയ്തിട്ടുണ്ട്, സബ് വെച്ചിട്ടുണ്ട്. അതുമാതിരി ഫോക്കൽ റൂട്ടറൊക്കെ വെച്ചിരിക്കുന്നത് അല്ലേ? ഫോക്കൽ റൂട്ടർ വെച്ചിട്ടുണ്ട്, 360 ക്യാമറ. അത് ഫിറ്റിംഗ്സ് തന്നെ 1 ലക്ഷം മേലുള്ള വരും. കാരണം സീറ്റ് വർക്ക് നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ? ഈ വണ്ടിയിൽ ഫിറ്റിംഗ്സ് തന്നെ 1 ലക്ഷം മേലെ ഉറപ്പായിട്ടുണ്ടാവും. എയർ കണ്ടീഷൻ 80% ടയറുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല കാരണം ഇത് ഓഡിയോ സിസ്റ്റം കിടിലാണ്. നമ്മൾ പാട്ട് കേട്ട് നോക്കിയായിരുന്നു. നല്ല ബ്രാൻഡ് സാധനം. ബ്ലാക്ക് പങ്കിന്റെ സബ്ബൊക്കെ വെച്ചിരിക്കുന്നത്. അതെ, സബ് ഫോക്കലിന്റെ ട്യൂട്ടറൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ 5,95,000 രൂപ പ്രതീക്ഷിക്കുന്നത്. 5.5 നെഗോഷ്യബിൾ ആണോ? ചെറുതായിട്ട് അടിച്ചു. ഫിനാൻസ് ഇപ്പോൾ എങ്ങനെ വരും? ഫിനാൻസ് 5, 5.4, 6 വരെയൊക്കെ ചെയ്യാം. അപ്പോൾ അടുത്ത വണ്ടി i20. ഇത് വണ്ടി 2023 വെഹിക്കിളാണ്. സിംഗിൾ ഓണർഷിപ്പ്, 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. മാഗ്ന വേരിയന്റ് ആണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, പക്ക കിസ്റ്റി ഉള്ള വെഹിക്കിളാണ്. ന്യൂ ഷേപ്പാണ്. മാഗ്ന വേരിയന്റ് ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, പക്ക നല്ല ക്വാളിറ്റി വണ്ടി. ഷോറൂം സർവീസ് ആണ്. കാരണം ഷോറൂം ആയിരിക്കും, പുതിയ വണ്ടിയല്ലേ? ഓക്കെ, ടയർ കണ്ടീഷൻ ഒരു 70% ടയർ ഉണ്ടല്ലോ. ഓക്കെ, ഇത് പെട്രോൾ വണ്ടിയല്ലേ? പെട്രോൾ മാനുവൽ. സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ നീറ്റാണ് കേട്ടോ. ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, ഇൻബിൽറ്റ് സ്റ്റീരിയോ, സ്റ്റീറിംഗ് മൗണ്ട് കൺട്രോൾസ്, AC മാനുവൽ അല്ലേ? മോട്ടോർ പവറിന്റെ AC ബസ്, അത്യാവശ്യം എയർ ബാഗ് ഡ്യുവൽ അല്ലേ പറഞ്ഞത്? അപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നത്? നമുക്ക് 6,80,000 രൂപ. അതൊരു ഓഫർ പ്രൈസ് പോലെ. 6.80. നെഗോഷ്യബിൾ ആണോ? മാക്സിമം ആണ്, എന്തായാലും ചെറിയ ചെയ്തു. ഓക്കെ, ഫിനാൻസ് എത്ര കയറും? മാക്സിമം ചെയ്യാൻ പറ്റും. അടുത്ത വണ്ടി സാൻഡ്രോ. ഇത് വണ്ടി 2004 മോഡൽ, ഓട്ടോമാറ്റിക് ആണ്. ബഡ്ജറ്റിൽ വരുന്ന ഒരു ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. സിംഗിൾ ഓണർഷിപ്പ്, വേറെ 50,000 കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ. 50,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റോ ആക്സിഡന്റോ ഒന്നുമില്ല. ഓക്കെ, വണ്ടി ഇന്ത്യൻ കണ്ടീഷൻ നീറ്റ് ആണല്ലേ? എഞ്ചിൻ നല്ല രീതി അല്ല, വണ്ടി പക്കയാണ്, നല്ല ക്വാളിറ്റി വെക്കുക. ഓടിക്കാനുള്ള വേറെ കംപ്ലൈൻറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? ഓട്ടോമാറ്റിക് വണ്ടി. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? നമുക്ക് ഫൈനലി 1,45 കൊടുക്കാം. 1.45. വണ്ടി എർട്ടിഗ. ഇത് വണ്ടി 2022 മോഡല്, ഹൈബ്രിഡ് പെട്രോൾ VXI മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്, വെറും 14,000 കിലോമീറ്റർ. ഹൈബ്രിഡ് പെട്രോൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ് 14,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ഹൈബ്രിഡ് പെട്രോൾ വെഹിക്കിളാണ്. ടയറൊക്കെ ആ ഒരു തേയ്മാനം മാത്രമേ ഉള്ളൂ. 14 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, സ്മാർട്ട് ഹൈബ്രിഡ് അല്ലേ? L01 ട്രിവാൻഡ്രം വണ്ടി. വേറെ സ്ക്രാച്ചസ് ഒന്നുമില്ല, ക്വാളിറ്റി വണ്ടി. ഓക്കെ, ഇന്ത്യൻ കണ്ടീഷൻ നീറ്റാണ് കേട്ടോ. സീറ്റ് കയറുണ്ട്, വൃത്തിയെടുപ്പുണ്ട്. സോണിയുടെ സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്, AC പോസ്റ്ററിംഗ്, ഫോട്ടോ പോറുണ്ട്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. ഫോൾഡിംഗ്, എല്ലാ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. വേരിയന്റ് ഏതാണ്? VXI ആണോ? VXI
അപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നത്? നമുക്കൊരു 9,95,000 ആ റേഞ്ചിന് കൊടുക്കാം. 9,95,000. ഫിനാൻസ് എത്ര കയറും ഇതിൻ്റെ? ഫിനാൻസ് മാക്സിമം നോക്കാം. എന്നാലും ഉദ്ദേശം ഒരു 9,9,500 റേഞ്ചൊക്കെ ചെയ്യാൻ പറ്റും തോന്നുന്നു. ട്രൈ ചെയ്യാം, മാക്സിമം ചെയ്തു. വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? വീഡിയോ നമ്മൾ വന്ന പുതിയ സ്റ്റോക്കെല്ലാം കാണിച്ചിട്ടുണ്ട്. ശരി, അപ്പോൾ അടുത്ത വീഡിയോ കാണാം.